ഐതിഹ്യമാല അധ്യായം 24. ഭവഭൂതി. ഉത്തരരാമചരിതം, മാലതി മാധവം മുതലായ നാടകങ്ങളുടെ മറ്റും കർത്താവും ഒരു മഹാകവിയുമായിരുന്ന ഭവഭൂതിയെക്കുറിച്ചുള്ള കേട്ടിട്ടില്ലാത്തവർ ഒരുവിധം അക്ഷരജ്ഞാനമുള്ളവരിൽ ആരുമുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പേര് ശ്രീകണ്ഠൻ എന്നായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തപസ്വീകാം ഗതോ വസ്താമിതി സ്മാരനാവിനാഗിജേരത സ്തൗന വന്ദേ ഭവഭൂതിസ്ഥിതനൗ എന്നൊരു ശ്ലോകമുണ്ടാക്കി ഒരു വിദ്വൽ സമാജത്തിൽ വെച്ച് ചൊല്ലുകയും അതിലെ ഭവഭൂതി ശബ്ദത്തിൻ്റെ ചമൽക്കാരം നിമിത്തം സന്തുഷ്ട ഹൃദയന്മാരായി തീർന്ന ആ സഭാവാസികൾ അദ്ദേഹത്തിന് ഭവഭൂതി എന്ന് തന്നെ ഒരു പേര് കൊടുക്കുകയും ആ പേര് പ്രസിദ്ധമായി തീരുകയുമാണ് ചെയ്തത്. ഒരിക്കൽ ശ്രീപാർവതി ശ്രീ പരമേശ്വരനോട് കവിത്വത്തിൽ കാളിദാസനോ ഭവഭൂതിക്കോ അധികം യോഗ്യത എന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇന്നിന്ന പ്രകാരമേ വരികയുള്ളൂ എന്ന് കാളിദാസന് നല്ല നിശ്ചയമുണ്ട്, ഭവഭൂതിക്ക് അത്ര തന്നെ ഇല്ല എന്നുള്ള ഭേദമേ ഉള്ളൂ, അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാമെന്ന് മറുപടി കൽപ്പിക്കുകയും പരീക്ഷിക്കുവാനുള്ള കൗശലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉപദേശപ്രകാരം സുബ്രഹ്മണ്യ സ്വാമി ഒരു മരിച്ച ശിശുവായി തീരുകയും ശ്രീപാർവതി വിധവയും വൃദ്ധയുമായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷം ധരിച്ച് ഈ ശിശുവിനെ എടുത്ത് ഭോജരാജാവിൻ്റെ ഗോപുരദ്വാരത്തിങ്കൽ കൊണ്ടുചെന്ന് കിടത്തിക്കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ സഭ പിരിഞ്ഞ് ഓരോ കവിശ്രേഷ്ഠന്മാർ അതിലെ വന്നു തുടങ്ങി. അവരിൽ ഓരോരുത്തരോടും ശ്രീപാർവതി, ഇതാ ഇങ്ങോട്ടൊന്ന് നോക്കണേ, എൻ്റെ കുട്ടി ഒരു ശാപത്തിൽ മരിച്ചു പോയിരിക്കുന്നു, പുരോനിസരണാരണം എന്നൊരു സമസ്യയുണ്ട്, അത് വേണ്ടതുപോലെ പൂരിപ്പിച്ചാൽ ഈ കുട്ടി ജീവിക്കും, അങ്ങനെയാണ് ശാപമോക്ഷം, അതിനാൽ ഇതൊന്ന് വേണ്ട പോലെ പൂരിപ്പിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ട ആ കവികളെല്ലാം ആ സമസ്യ ഓരോ വിധം പൂരിപ്പിച്ചു. അപ്പോൾ ശ്രീപാർവതി, എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, എന്നാൽ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവരെല്ലാം പോയി. ഉടനെ ഭവഭൂതി അതിലേ വന്നു. അദ്ദേഹത്തോടും ദേവി മേപ്പറഞ്ഞ പ്രകാരം പറഞ്ഞു. ഭവഭൂതി ആ സമസ്യയെ യാമിതീ പ്രിയപൃഷ്ടയാം പ്രിയായാം കണ്ട സത്യയോ അശ്രുത ജീവിതയോരിസിത് പുരോനിസരണേരണം എന്ന് പൂരിപ്പിച്ചു. അപ്പോഴും ശ്രീപാർവതി, എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അതെന്തോ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ വിചാരിച്ചാൽ ഈ സമസ്യയിൽ ഇതിലധികം ഭംഗിയായിട്ട് പൂരിപ്പിക്കുവാൻ കഴിയുകയുമില്ല. ഇനി ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞാൽ ശരിയായി പൂരിപ്പിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഭവഭൂതിയും പോയി. ഒടുവിൽ കാളിദാസരുടെ വരവായി. അപ്പോഴും ദേവി മേൽപ്പറഞ്ഞ പ്രകാരം പറയുകയും കാളിദാസരൻ സമസ്യ പൂരിപ്പിക്കുകയും ചെയ്തു. കാളിദാസരുടെ പൂരണവും ഭവതിയുടെ പൂരണവും ഒരേപോലെ തന്നെയായിരുന്നു. ഒരക്ഷരത്തിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നില്ല. കാളിദാസരോട് ദേവി, എൻ്റെ കുട്ടി ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കാളിദാസൻ, എന്നാൽ നിങ്ങളുടെ കുട്ടി ജീവിക്കുന്നതല്ല, അല്ലെങ്കിൽ മരിച്ചിട്ടില്ല, മരിക്കാതെ ജീവിക്കുന്നതെങ്ങനെ? ഈ സമസ്യ ഇതിലധികം ഭംഗിയായി പൂരിപ്പിക്കുവാൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഭവഭൂതിയുടെയും കാളിദാസരുടെയും പൂരണങ്ങൾ ഒരേപോലെ തന്നെ ഇരിക്കുകയും കാളിദാസൻ മേൽപ്പറഞ്ഞ പ്രകാരം തീർച്ചയായി പറയുകയും ചെയ്തതുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തത് വാസ്തവം തന്നെയെന്ന് ശ്രീപാർവതിക്ക് ബോധ്യപ്പെടുകയും സുബ്രഹ്മണ്യനോടും കൂടി കൈലാസത്തിങ്കൽ ചെന്ന് ദേവിയുണ്ടായ വിവരമെല്ലാം ഭഗവാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 24 സമാപിച്ചിരിക്കുന്നു. ഇനി അധ്യായം 25 വാഗ്ഭടാചാര്യർ